ഹായ്, നമുക്കിന്നൊരു സിമ്പിൾ ലഞ്ച് തയ്യാറാക്കിയാലോ? എല്ലാവരും ലഞ്ചൊക്കെ ഉണ്ടാക്കിയോ? നമുക്കിന്ന് ചീരയും പരിപ്പും കൂടിയിട്ടുള്ള കറി റെഡിയാക്കാം. അതിനായിട്ട് ചീര ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാൽ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ തേങ്ങയും ചീരയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം. അതിനിടയിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് ഊട്ടാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചീര ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ചീര നമുക്ക് ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാവരും ഇങ്ങനെയാണ് ചീര അരിഞ്ഞാണോ എടുക്കാറ്, അതോ ചോപ്പറിൽ ചോപ്പ് ചെയ്യുക? ഏതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ചീര ചോപ്പ് ചെയ്ത് ഫുൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു സവോള കുരുകുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ പോവാം. എല്ലാവരും റെഡിയാക്കുന്നത് പോലെയൊക്കെ തന്നെയായിരിക്കും. ആദ്യം ഓയിലിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് അതിൽ സവോള ഇട്ടു. അത് കഴിഞ്ഞ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചീര ഇട്ട് കൊടുക്കും. ചീര കുറച്ച് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ഡാലും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുമല്ലോ ഉണ്ടാക്കണേ. അതിനിടയിൽ നമുക്ക് മുട്ട വറുക്കാനായിട്ട് 2 മുട്ട അടിച്ചെടുക്കാം കേട്ടോ. അപ്പുറത്തെ ഗ്യാസുമ്പോൾ നമ്മുടെ ഡാൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചീര കുറച്ച് വെന്ത് വരുമ്പോഴേക്കും ഡാലും ശരിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സബോള മൂത്ത് വന്നിട്ടുണ്ട്. ഞാനതിൽ തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്നുകൂടി മൂത്ത് വന്നിട്ട് അതിലേക്ക് ചീര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അവിടെ കിടന്ന് വേവാനായിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇതേ ഡാൽ റെഡിയായി. മുട്ട വറുക്കാനായിട്ട് അപ്പുറത്തെ ഗ്യാസുമ്പോൾ മുട്ട വറുക്കാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി ഡാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡാലിൽ ഇത്തിരി വെള്ളം കൂടിയെന്ന് തോന്നണം അല്ലേ? കുഴപ്പമില്ല. മുട്ട റെഡിയായി. ചോറും കറികളും റെഡിയായിട്ടുണ്ട്. സിമ്പിളായിട്ട് ചോറും കറിയും. ചോറ് വിളമ്പി, ചീരയും ഡാലുള്ള കറി വിളമ്പി, നമ്മുടെ മുട്ട വെച്ചു. പിന്നെ നമുക്ക് ഇച്ചിരി കേടും കൂട്ടി ഇട്ടു. അപ്പം നമ്മുടെ ലഞ്ച് റെഡി. ലഞ്ച് കഴിക്കാം കേട്ടോ.